Hi, welcome back to my mental health series. ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നമ്മളതിൻ്റെ കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാനേജ്മെൻറ്റ് നോക്കി. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പീനെ കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു 2-3 വീഡിയോസ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം തന്നെ ഞാനൊരു സൈക്കോളജിസ്റ്റ് അല്ല. അപ്പോൾ സൈക്കോളജി ട്രെയിനിങ്ങോ അതിൻ്റെ എക്സ്പീരിയൻസോ അത്രയും നോളജോ എനിക്കില്ല. ബട്ട് ഞങ്ങൾ സൈക്കായട്രിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി കൊടുക്കണം പേഷ്യൻസിന്. നമുക്കും ആ ഒരു അവയർനെസ് വരാനും ആ ഒരു നോളജ് വരാൻ വേണ്ടി ആ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുമാത്രമല്ല ആസ് എ പേഷ്യൻറ്റ് എനിക്ക് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം ബോത്ത് സൈഡ്സ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു നോളജ് വെച്ചിട്ടാണ് ഞാൻ ബേസിക്കലി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ആങ്സൈറ്റി സിംറ്റംസ് വന്നു എന്ന് വെച്ചാൽ എല്ലാവർക്കും ആങ്സൈറ്റി ഡിസോർഡർ ആവണം എന്നില്ല. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ആണ് അത് ആങ്സൈറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ പറയാം. പക്ഷേ ഈ ആങ്സൈറ്റി സിംറ്റംസ് എന്നുള്ളതും ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ്. അത് ഒരു മേ ബി കുറച്ച് നേരത്തേക്ക് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും അങ്ങനെ ഡിസ്ട്രെസ്സിങ് ആവണ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോപ്പിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ ഇപ്പോൾ ആങ്സൈറ്റി ഡിസോർഡർ ആയാലും നമ്മളിപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഈ സ്കിൽസ്, ഈ കുഞ്ഞ് സെൽഫ് ഹെൽപ്പ് ടിപ്സിൻ്റെ ഒക്കെ ബേസിസ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അല്ലെങ്കിൽ CBT ആണ്. അപ്പോൾ CBTയുടെ അതിൻ്റെ ഒരു ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വരുത്തി നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചെയ്ത് ലൈക്ക് അതങ്ങനെ ഉണ്ടാവും. ആൻഡ് ഈ മൂന്നെണ്ണവും കൈൻഡ് ഓഫ് ഇന്റർലിങ്ക്ഡ് ആണ്. അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇത്തിരി നേരം കഴിഞ്ഞ് പറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി പേര് പറയുന്ന പോലെ കോഗ്നിറ്റീവ് ഭാഗമുണ്ട് അതിന്, ബിഹേവിയറൽ പാർട്ടുമുണ്ട് അതിന്. കോഗ്നിറ്റീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് എക്സാമിൻസ് യുവർ തോട്ട്സ്. അപ്പോൾ അതായത് നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മൾ പറയും ഓട്ടോമാറ്റിക് അൺഹെൽപ്ഫുൾ തോട്ട്സ് എന്ന് പറയും. നമുക്ക് പെട്ടെന്ന് വരുന്ന അൺഹെൽപ്ഫുൾ തോട്ട്സിനെ എക്സാമിൻ ചെയ്യലും അതിനെക്കുറിച്ച് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യലാണ് ആ ഒരു കോഗ്നിറ്റീവ് പാർട്ട്. ബിഹേവിയറൽ പാർട്ട് ഇസ് എക്സാമിൻസ് വാട്ട് യു ഡു. അപ്പോൾ നമ്മുടെ ബിഹേവിയേഴ്സ് എന്താണ്, നമ്മൾ സേഫ്റ്റി ബിഹേവിയേഴ്സ് എന്ന് പറയും അതിനെ. അതുപോലെ അപ്പോൾ അതിനെ കുറേയും കൂടി അത് മാത്രമല്ല നമ്മൾക്ക് ലൈക്ക് ബിഹേവിയറൽ ആക്ടിവേഷൻ ഒരു കോമ്പണൻറ്റ് ഉണ്ട്. അതായത് നമ്മൾ പണ്ട് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് നമുക്കിപ്പോൾ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്യണ കാര്യങ്ങളിലെയാണ് ആ ബിഹേവിയറൽ ആസ്പെക്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. ബേസിക്കലി ഇത് ജസ്റ്റ് ടീച്ചേഴ്സ് യു കോപ്പിംഗ് സ്കിൽസ്. ഇങ്ങനെ ഈ ഡിസ്ട്രെസ്സിങ് സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അതിനെ കോപ്പ് ചെയ്യാൻ പഠിപ്പിക്കലാണ് ഇതിൻ്റെ മെയിൻ മെക്കാനിസം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അല്ലെങ്കിൽ CBT ഫോക്കസ് ചെയ്യണത് നൗ ആൻഡ് ഹിയറിലാണ്. നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മളത് സംസാരിക്കില്ല, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ കുറിച്ച് അതിൽ അനലൈസ് ചെയ്യില്ല. അതിനൊക്കെ വേറെ കൈൻഡ് ഓഫ് മോഡ്സ് ഓഫ് തെറപ്പീസ് ഉണ്ട്. ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണോ നമ്മുടെ ഡിസ്ട്രെസ്, ഇപ്പോൾ ആങ്സൈറ്റി ആണോ, ആ ആങ്സൈറ്റീനെ മാനേജ് ചെയ്യുക. പക്ഷെ ആ കോർ എന്തുകൊണ്ട് നമ്മുടെ പഴയ എക്സ്പീരിയൻസസ് കൊണ്ടാണ് അതിനെയൊന്നും ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി അനലൈസ് ചെയ്യില്ല. ഭയങ്കര ഷോർട്ട് ആയിട്ട് 14 or 16 സെഷൻസ് ഉള്ള ഒരു ഷോർട്ട് മോഡ് ഓഫ് തെറപ്പിയാണ് ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ് CBTയിൽ പഠിപ്പിക്കുക. അപ്പോൾ ആങ്സൈറ്റിയിലായാലും ഡിപ്രഷനിലായാലും എന്താണ് സിംറ്റംസ് അതിലാണ് ഫോക്കസ് ചെയ്യുക. ഇതിനൊരു നമ്മളിപ്പോൾ എപ്പോഴും പറയും, നമ്മൾ CBTക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചിലപ്പോൾ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് പറയും. അതായത് നമ്മളെല്ലാവർക്കും നമുക്ക് തോന്നാണ് ഇപ്പോൾ ഒരു ഡിസ്ട്രെസ്സിങ് സിറ്റുവേഷൻ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി കറക്റ്റ് അല്ല, റൈറ്റ് അല്ല എന്ന് നമുക്ക് തന്നെ തോന്നുകയാണെങ്കിൽ നമുക്ക് തന്നെ തോന്നാൻ നോക്കി നമുക്ക് ആങ്സൈറ്റി വരുന്നുണ്ട്, നമ്മൾ സാഡ് ആവുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡലുണ്ട്, ഹോട്ട് ക്രോസ് ബൺ മോഡൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് കിട്ടിയത് ഹോട്ട് ക്രോസ് ബൺസ് ആണ്. ഈ ഹോട്ട് ക്രോസ് ബൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബൺസ് ആണ്, എനിക്ക് തോന്നുന്നു സ്പൈസ്ഡ് ബൺസ് ആണ്, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചുണ്ടാക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ക്രോസ് ഉണ്ട്. ഈ ക്രോസ് എന്തോ ഫ്രോസ്റ്റ് പൈപ്പിങ്ങോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ക്രോസ് ബൺ മോഡൽ വരച്ച് വരുമ്പോൾ അതിനെ കാണാൻ ഈ ഹോട്ട് ക്രോസ് ബണ്ണിനെ പോലെയായ കാരണമാണ് ആ പേര് വന്നത്, അല്ലാണ്ട് വേറെ അതിന് മീനിങ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഹോട്ട് ക്രോസ് ബൺ മോഡലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഹോട്ട് ക്രോസ് ബൺ മോഡൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ്റെ ഭാഗമായിട്ട് കുറേ തോട്ട്സ് വരും, നെഗറ്റീവ് തോട്ട്സ് വരും. ഈ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് കുറേ ഫീലിങ്സ് ഉണ്ടാക്കും, നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാക്കും. ഈ നെഗറ്റീവ് ഫീലിങ്സ് കാരണം നമുക്ക് കുറേ ഫിസിക്കൽ സെൻസേഷൻസ് വരും, ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഫിസിക്കൽ സെൻസേഷൻസ് വരും. ഇതിനൊക്കെ ഭാഗമായിട്ട് നമുക്ക് നെഗറ്റീവ് ബിഹേവിയേഴ്സ് വരും. അത് നമ്മളത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും, നമ്മളത് ചെയ്യാതിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ബേസിക്കലി കണ്ടുവരുന്നത് അവോയ്ഡ് ചെയ്യലാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ്, ആംഗ്രി ആയിട്ട് ഒരു അഗ്രസീവ് സിറ്റുവേഷൻ ഉണ്ടാക്കുക. അതാണ് ആ ബിഹേവിയേഴ്സ്.
അപ്പോൾ പിന്നെ നമ്മൾ പറയണതിൽ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്. ഞാനിവിടെ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന പോലെ എല്ലാം കൈൻഡ് ഓഫ് ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമുക്ക് ആ എക്സാമ്പിൾ ഒരുമിച്ച് നോക്കാം. നമ്മളിപ്പോൾ തന്നെ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം സിറ്റുവേഷൻ. എപ്പോഴും ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിന് റെസ്പോൺസ് ആയിട്ടായിരിക്കും നമുക്ക് ഈ തോട്ട്സും ബാക്കി കോമ്പണൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ബാക്കി കോമ്പണൻസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് തോട്ട്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഈ ഇമോഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ട്. കൂടുതലും നെഗറ്റീവ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇതിലൊക്കെ ഫോക്കസ് ചെയ്യേണ്ടാവുക. പിന്നെ ഫിസിക്കൽ ഓർ ബോഡിലി സെൻസേഷൻസ് എന്ന് പറയും. ബേസിക്കലി ഫിസിക്കൽ സിംറ്റംസ് ആണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബിഹേവിയേഴ്സ്, നമുക്ക് വരുന്ന നെഗറ്റീവ് ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ട്. ഞാനതിൻ്റെ കാര്യം കംപ്ലീറ്റ്ലി മറന്നുപോയി. ഇന്നാണ് പെട്ടെന്ന് ഓർത്തത്, അയ്യോ നാളത്തേക്ക് പ്രസന്റേഷൻ ഡ്യൂ ഉണ്ട്, ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഈ സമയത്ത് നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് കാണുന്നത്, എല്ലാവർക്കും ഇങ്ങനെയായിരിക്കില്ല, ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ ഇനി ഇത്രയും നേരം കൊണ്ട് എത്രത്തോളം പ്രിപ്പയർ ചെയ്യാനാണ് എനിക്ക് പറ്റാം, അപ്പോൾ ഐ എം ജസ്റ്റ് ഹോപ്പ്ലെസ്. അതും ഇങ്ങനത്തെ ഇത്രയും ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ ആണ് ഓർക്കണത്, അപ്പോൾ ഐ എം ജസ്റ്റ് ഹോപ്പ്ലെസ്. പിന്നെ വരുന്നതാണ് ഇപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് തന്നെ ഒരു കാര്യമില്ല, ഞാൻ ലൈക്ക് ദർസ് നോ യൂസ് ഇൻ ട്രൈ. ഇനിയിപ്പോൾ ഞാൻ ട്രൈ ചെയ്താൽ തന്നെ അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. ആൻഡ് ഈ മിസ്റ്റേക്സിന്റെ ഭാഗമായിട്ട് ഞാൻ നാളെ ഈ പ്രസന്റേഷൻ കൊളാക്കും, എൻ്റെ ആൾക്കാരിലേക്ക് എന്നെ കളിയാക്കാൻ ചാൻസ് ഉണ്ട്. ഐ ജസ്റ്റ് മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് മൈ സെൽഫ്. പിന്നെ വാട്ട് ഈസ് ദി യൂസ് ഇൻ ട്രൈ, ലൈക്ക് എന്താണ് കാര്യം ഇതൊക്കെ ചെയ്തിട്ട്. ഇതൊക്കെയാണ് കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പല രീതിയിലുള്ള തോട്ട്സ് വരാം, എല്ലാവർക്കും ഈ തോട്ട്സ് വരണം എന്നുമില്ല. കോമൺ ആയിട്ട് നമുക്ക് കാണപ്പെടുന്ന കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ എഴുതിയെന്ന് മാത്രം. ഇതൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറ്റും, നമുക്ക് ജനറലി അത് എന്താ ഉണ്ടാവും, അത് നമുക്ക് ആങ്സൈറ്റി ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മളെ ലൈക്ക് വിഷമത്തിലാക്കും, നമ്മളെ ലൈക്ക് ഒരു ഫീലിങ്സ് ഒരു ഇമോഷൻസ് നോക്കുകയാണെങ്കിൽ സാഡ്നെസ് ഉണ്ടാവും, പിന്നെ ആങ്ഷ്യസ് ആയിരിക്കും, ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവും, പിന്നെ നമ്മളൊരു ഫെയിലിയർ ആണെന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ വരും. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഫീലിങ്സ് ഓർ ഇമോഷൻസ്. പിന്നെ ഫിസിക്കൽ സെൻസേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, നെഞ്ചിടിക്കണ പോലെ ഉണ്ടാവും, പിന്നെ വേർക്കണ ഉണ്ടാവും, പിന്നെ വിറയ്ക്കലുണ്ടാവും, ട്രെമേഴ്സ് ഉണ്ടാവും, പിന്നെ ശ്വാസം കിട്ടാതിരിക്കുക, ഷോർട്ട് ഓഫ് ബ്രെത്ത് ഒക്കെ ആവുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുറച്ച് കോമൺ ആയിട്ട് കാണുന്നത്. പഴയ വീഡിയോസിൽ കുറേയും കൂടി എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് ഒരു പറയാൻ പറ്റുന്ന കുറച്ച് കോമൺ ഫിസിക്കൽ സെൻസേഷൻസ് ഇതൊക്കെയാണ്. ഇനി ബിഹേവിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ചൊരു സേഫ്റ്റി ബിഹേവിയേഴ്സ് ആണിത്. സേഫ്റ്റി ബിഹേവിയേഴ്സ് ആണ് ഇതിന് പറയാം. പിന്നെ നമ്മൾ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറപ്പിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തോട്ട്സ് നമ്മുടെ ഫീലിങ്സിനെ എഫക്റ്റ് ചെയ്യും. ലൈക്ക് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴാണല്ലോ നമ്മൾ ആങ്ഷ്യസ് ആവുന്നതും സാഡ് ആവുന്നതും. എന്നാൽ ഈ ആങ്സൈറ്റിയും സാഡ്നെസ്സും ഹോപ്പ്ലെസ്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ആണ് അതിനെ കൂടുതലും ഉണ്ടാക്കാൻ പോകുന്നത്. ഈ തോട്ട്സ് ഇമോഷൻസിനെ ഉണ്ടാക്കും, ഇമോഷൻസ് തോട്ട്സിനെ ഉണ്ടാക്കും. പറഞ്ഞ പോലെ ഇമോഷൻസ് ആൻഡ് തോട്ട്സ് ഒക്കെ ഫിസിക്കൽ സെൻസേഷൻസും ഉണ്ടാക്കും. ഇതിന്റെ ഭാഗമായിട്ടാണല്ലോ നമ്മുടെ ബോഡി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അഡ്രിനലിന്റെ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ വരുന്നത് ഈ തോട്ട്സ് ആൻഡ് ഈ നെഗറ്റീവ് ഇമോഷൻസിന്റെ ഭാഗമായിട്ടാണ്. ഈ ഫിസിക്കൽ സെൻസേഷൻസ് വരുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവും, നമുക്ക് കൂടുതൽ ആങ്സൈറ്റി ഒക്കെ കൂടാനേ ചാൻസ് ഉള്ളൂ. ഇതൊക്കെ കാരണമാണല്ലോ നമുക്ക് ബിഹേവിയറും വരുന്നത്. ഇതിനൊക്കെ ഭാഗമായിട്ടാണ് നമുക്ക് ബിഹേവിയർ വരുന്നത്. എന്നാൽ ഈ ബിഹേവിയേഴ്സ് വരുന്നത് എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട്. ഷോർട്ട് ടേം നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമാധാനം കിട്ടണം, ഓക്കെ ഇത് കഴിഞ്ഞ് കിട്ടി. പക്ഷെ ലോങ് ടേം എന്താണ്, നമ്മളെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഓക്കെ ഞാനിത് ചെയ്തില്ല, അത് മറ്റേ ഹോപ്പ്ലെസ്നെസ് അല്ലെങ്കിൽ ഫെയിലിയർ ആണെന്ന് തന്നെ കുറച്ചും കൂടി എംഫസൈസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് തോട്ട്സ് വരാൻ പോണേ. ഇതൊക്കെ വീണ്ടും നമുക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഇമോഷൻസ്, ഫിസിക്കൽ സെൻസേഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഈ പറയണ സംഭവങ്ങളൊക്കെ നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പിയിൽ നോക്കുക. അപ്പോൾ ഇത് അനലൈസ് ചെയ്യുന്നത് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു പാറ്റേൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കിയാൽ ഈ വിഷ്യസ് സൈക്കിളിനെ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന എഫക്ട്സ് നമുക്ക് തടയാൻ പറ്റണം. അതാണ് നമ്മൾ കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിൽ നോക്കണം. ഇനി പറഞ്ഞ പോലെ CBTക്ക് പോകണം എന്നില്ല, നമുക്കും നമ്മുടെ രീതിയിലുള്ള തോട്ട്സ്, ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ ഈ ഫീലിങ്സ് വരുന്നത് ഈ തോട്ട്സ് കാരണമാണ്. അപ്പോൾ ഞാൻ ഈ തോട്ട്സിനെ ഒന്നും കൂടി അവോയ്ഡ് ചെയ്യാൻ നോക്കും. അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ കുറച്ച് ടിപ്സ് ഒക്കെ നമ്മൾ കുറച്ച് ഈ വീഡിയോയിലും പറയും, നെക്സ്റ്റ് വീഡിയോസിലായിട്ടും പറയും. ഈ ബേസിക്കലി ഈ വിഷ്യസ് സൈക്കിൾ എന്ന് പറയും. ഈ വിഷ്യസ് സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മളൊരു കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറപ്പിക്ക് പോവുകയാണെങ്കിലും നമ്മൾ ഇത് ഒരെണ്ണം പ്രിപ്പയർ ചെയ്ത് വെക്കണം നല്ലതാണെന്ന് പറയും. നമുക്കതിന് മുമ്പ് തന്നെ അനലൈസ് ചെയ്ത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ലൈക്ക് ഒരു പ്രോസസ്സിങ് നമുക്ക് തന്നെ ഒരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതിൽ കണ്ടതുപോലെ നമ്മൾ ബേസിക്കലി ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനെ റിയലൈസ് ചെയ്ത് നമ്മളത് ആ നെഗറ്റീവ് ഫീലിങ്സിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ അത് നെഗറ്റീവ് ബിഹേവിയേഴ്സിലേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്യുക.
അപ്പോൾ അവോയ്ഡ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഞാൻ പറയാറുള്ള പോലെ ഇറ്റ് നീഡ്സ് ടൈം, ഇറ്റ് നീഡ്സ് പ്രാക്ടീസ്. നേരത്തെ ഒരു വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് എന്ന് പറയുന്ന സംഭവം. അതാണ് ഒരു ഡിസ്ട്രെസ് വന്നാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റോപ്പ് ആണ്. എന്നിട്ട് ലാസ്റ്റ് പി എസ് പ്രാക്ടീസ് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ യു. അവിടെയാണ് വാട്ട് വർക്ക്സ് ബെസ്റ്റ് ഫോർ യു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് കുറേ രീതികളുണ്ട്. അതിൽ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കുറേയും കൂടി കാം ആവാൻ പറ്റുന്നത്, നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവാൻ പറ്റുന്നത് നമ്മൾ തന്നെ അനലൈസ് ചെയ്യാം. കുറച്ച് പേർക്ക് അത് ജസ്റ്റ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ആയിരിക്കും. ഐ ക്യാൻ ഡു ഇറ്റ്. ഇത് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പ്രസൻറ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുമ്പ് എത്രയോ പ്രസൻറ്റേഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് അതിനെക്കുറിച്ച് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് എന്നെ അത് എഫക്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഐ ആം സ്ട്രോങ്, ലൈക്ക് കുറേ പേർക്ക് അവരെ തന്നെ എംപവർ ചെയ്യാൻ പറ്റുന്ന കുറേ പോസിറ്റീവ് കൈൻഡ് ഓഫ് സംഭവങ്ങളുണ്ടാവും. അതൊക്കെ നമ്മളോട് തന്നെ പറയാം ആൻഡ് ജസ്റ്റ് സീ ഇഫ് ഇറ്റ് വർക്ക്സ്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കാം. ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. പിന്നെ ഒരു സംഭവമുണ്ട്, നമ്മൾ ഡിസ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. അതിൽ നമ്മൾ പറയും 5 4 3 2 1 അങ്ങനെ 5 സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ 5 ആണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു പോസ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്റ്റോപ്പിൽ കൈൻഡ് ഓഫ് നമ്മൾ ആ ഒരു പോസ് എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അതായത് നമുക്ക് കുറേ ഡിസ്ട്രെസ്സിങ് തോട്ട്സ് ഒക്കെ വന്നുകൊണ്ടും ഇരിക്കുകയാണ്. ആ ഡിസ്ട്രെസ്സിങ് തോട്ട്സ് അത് നമ്മുടെ മൈൻഡ് ആകെ ക്ലൗഡഡ് ആയിട്ട് ആകെ ഒരു ഡിസ്ട്രെസ് സിറ്റുവേഷനിലിരിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോക്കസ് മാറ്റാൻ ട്രൈ ചെയ്യുക. ലൈക്ക് അതവിടെ ഇരിക്കട്ടെ, ലൈക്ക് അത് വിടാന്നല്ല പറയണേ. ഈ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയാലും ഏത് സൈക്കോളജിക്കൽ ആസ്പെക്റ്റിലും നമുക്കിപ്പോൾ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് സംഭവങ്ങൾ വരുമ്പോൾ അതിനെ കൈൻഡ് ഓഫ് ഫൈറ്റ് ചെയ്ത് അതിൻ്റെ അഗെയിൻസ്റ്റ് പോവാന്നുള്ളതല്ല പറയാം. അതിനെ അക്നോളജ് ചെയ്യുക, അതുണ്ട്, എനിക്ക് ആ ഫീലിങ്സ് വരുന്നുണ്ട്, ഈ നെഗറ്റീവ് ഫീലിങ്സ് എനിക്ക് വരുന്നുണ്ട്, ഞാൻ ഇനി അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുക. അല്ലാണ്ട് അതിനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തോട്ട്സിനെ ഒരു കോർണറിലേക്ക് ജസ്റ്റ് മാറ്റി വെക്കുക ആൻഡ് ഒന്ന് ഡിസ്ട്രാക്ഷൻ കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് ഫോക്കസ് മാറ്റാം. 5 4 3 2 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 5 തിങ്സ് ദാറ്റ് യു ക്യാൻ സീ, നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് അത് പറയാം, നമ്മളോട് തന്നെ പറയാം. 5 നമ്മുടെ മനസ്സിൽ പറയാം, അല്ല നമുക്ക് ആരും ചുറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഉറക്കെ പറയുന്നതും ഹെൽപ്ഫുൾ ആണെന്ന് പറയും. പിന്നെ 4 തിങ്സ് ദാറ്റ് യു ക്യാൻ ഹിയർ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാലോചിക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഉറക്കെ പറയാം. 3 നമുക്ക് തൊടാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, 3 തിങ്സ് ദാറ്റ് യു ക്യാൻ ടച്ച് എന്താണെന്ന് നോക്കുക. നമുക്ക് റീച്ചിലുള്ള 3 കാര്യങ്ങൾ ആൻഡ് ആ 3 സാധനങ്ങൾ ഒന്ന് ടച്ച് ചെയ്യാം. ലൈക്ക് ജസ്റ്റ് ടേക്ക് ടൈം ആൻഡ് അതൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാം. 2 സ്മെൽസ് ദാറ്റ് യു ക്യാൻ ഫീൽ, അതായത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് സ്മെൽസ് ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള 2 സ്മെൽസിനെ കുറിച്ച് ആലോചിക്കുക ആൻഡ് അത് പറയാം. 1 സ്ലോ ഡീപ്പ് ബ്രെത്ത്, ആൻഡ് ആ ബ്രെത്ത് നമ്മൾ ഒബ്സർവ് ചെയ്ത് നമ്മൾ പറയും നമ്മുടെ ബെല്ലിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യണതും ഉള്ളിലേക്ക് പോകണതും. നമുക്കത് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ജസ്റ്റ് വിചാരിക്കും ഉള്ളിലൊരു ബലൂൺ ഉണ്ട്, നമ്മുടെ വയറിലൊരു ബലൂൺ ഉണ്ട്. അപ്പോൾ ബലൂൺ ഉണ്ടെങ്കിൽ ബലൂൺ ഇസ് ലൈക്ക് നമ്മൾ ഡീപ് ബ്രെത്ത് എടുക്കുമ്പോൾ അതിങ്ങനെ നമുക്ക് എയർ കിട്ടിയത് ബലൂൺ എക്സ്പാൻഡ് ചെയ്യുന്നു, നമ്മൾ ഔട്ട് എടുക്കുമ്പോൾ ആ ബലൂൺ കൈൻഡ് ഓഫ് ചെറുതാകുന്നു. അതിങ്ങനെ ആലോചിക്കുക എന്ന് പറയും. ആൻഡ് ഇതിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളില്ലേ അതിനെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ആൻഡ് എന്താണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ പോലെ ഒബ്സർവ് ചെയ്യുക, എന്താണ് ഈ തോട്ട്സ്, ഇതിൽ എന്തൊക്കെ ഫാക്ട്സ് ഉണ്ട്, ഇതിൽ എന്തൊക്കെ ഒപ്പീനിയൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് ആ സംഭവങ്ങളിലേക്ക് പോകും. അത് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യാന്ന് ആരും പറയില്ല, ലൈക്ക് അത് എടുത്ത് കളയുക എന്നൊന്നും ആരും പറയില്ല. ആ എന്താണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, അതിൽ കറക്റ്റാണ് ഫാക്ട്സ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വേ ആണെന്ന് പറയും. പിന്നെ ഒരു സംഭവമാണ് ഈ നമ്മൾ ആങ്സൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാനായാലും വിഷ്യസ് കോഗ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ എന്താ മനസ്സിലാക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇടയിലൊരു കോഗ് ഉണ്ട്, അതിൻ്റെ ചുറ്റും കുറേ കോഗ്സ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാം ലൈക്ക് ഇതിനിങ്ങനെ വട്ടം തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു കുറച്ച് കോഗ്സിൽ അതിങ്ങനെ അവിടെ വന്നിട്ട് ഈ വീലിനെ ഇങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഇടയിലുള്ളതിനെ. അപ്പോൾ നമ്മൾ ഈ ഇടയിലുള്ള ഈ ആങ്സൈറ്റി എന്നുള്ളതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുഞ്ഞു കോഗ്സിനെ എടുത്ത് കളയണം. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് കളയണം. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് കളഞ്ഞാൽ ഈ ഇടയിലുള്ള കോഗ് വിൽ സ്റ്റോപ്പ് മൂവിങ് ആൻഡ് നമുക്കതിനവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാം കൂടി ഒറ്റയടിക്ക് കളയാൻ പറ്റില്ല, ഓരോന്നായിട്ട് കളയണം. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് കോഗ്സ് നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഇടയിൽ ഇതൊരു പേപ്പറിൽ ആങ്സൈറ്റി ആണ്, നമ്മൾ ആങ്സൈറ്റിനെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആങ്സൈറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ നമുക്കത് നെഗറ്റീവായിട്ടുള്ള വരുന്ന തോട്ട്സ് ആവാം, നെഗറ്റീവായിട്ടുള്ള വരുന്ന ബിഹേവിയേഴ്സ് ആവാം. ഇതൊക്കെ ഈ ചെറിയ കോഗ്സിൽ എഴുതി വെക്കുക. എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് വരുന്ന തോട്ട്സ്, എന്തൊക്കെയാണ് നെഗറ്റീവായിട്ട് വരുന്ന ഫീലിങ്സ്, എന്തൊക്കെയാണ് ഞാൻ നെഗറ്റീവായിട്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സ് എന്ന്
എഴുതി വെക്കുമ്പോൾ നമുക്ക് കാണാം. ആൻഡ് നമ്മൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ഈ കുഞ്ഞു കുഞ്ഞു കോഗ്സിനെ എടുത്ത് മാറ്റി കളയാന്നുള്ളതാണ്. ഇപ്പോൾ മൈൽഡ് ആങ്സൈറ്റിയാണ്, വലിയ കുഴപ്പമില്ലാത്ത ആങ്സൈറ്റിയാണ്, സൈക്കോളജിക്കലി മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇത് അഡ്രസ്സ് ചെയ്ത് ഓക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ചിലർക്ക് അത് പോസിബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇത്രയും ഇൻഫോർമേഷനൊക്കെ ഉണ്ടായിട്ടും ഈ അറിവൊക്കെ ഉണ്ടായിട്ടും ആ ഒരു സമയത്ത് എനിക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിക്ക് പോകേണ്ടി വന്നു. ബിക്കോസ് നമുക്ക് ആ സമയത്ത് അത് ആപ്ലിക്കബിൾ ആയിട്ടില്ല, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യു നീഡ് ദ ഗൈഡ് ഓഫ് സമൺ. ആരെങ്കിലും നമ്മളെ ഗൈഡ് ചെയ്യണം, അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഇസ് ലൈക്ക് ഗോ ഫോർ തെറപ്പി ആൻഡ് നമ്മൾ ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എടുക്കുക. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യും ഈ ഓരോ കോഗ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മീൻസ് അത്രയും ആങ്സൈറ്റി ആയിട്ട് ഡിസ്ട്രെസ് അല്ലാതിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമുക്ക് തന്നെ ഇത് വരച്ച് വെച്ചിട്ട് നമുക്ക് തന്നെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് എന്തൊക്കെയാണ് എൻ്റെ ഇതിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട് ക്രോസ് ബൺ മോഡലിലാണെങ്കിൽ എന്തൊക്കെയാണ് ആ സൈക്കിളിനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അനലൈസ് ചെയ്തിട്ട് ഓരോന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഹോട്ട് ക്രോസ് ബൺ മോഡൽ ആൻഡ് വിഷ്യസ് കോഗ്സ്. ഇത് 2 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിനെ കുറിച്ച് പറഞ്ഞു, ഹോട്ട് ക്രോസ് ബൺ മോഡൽ പറഞ്ഞു, വിഷ്യസ് കോഗ്സ് പറഞ്ഞു. അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി മൈൻഡ്ഫുൾനെസ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാം. ഈ വീഡിയോയിൽ ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. ഓക്കെ, അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.